കുടിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഗോൾഡ് വാങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് ഹെവി രീതിയിൽ പ്രൊമോഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ജാർ എന്നൊരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ട് സംസാരിക്കാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഡിജിറ്റൽ ഗോൾഡ് മാർക്കറ്റിംഗ് ആപ്പാണ് ഇത്. അപ്പോൾ ഈ ഒരു ആപ്പിനെ കുറിച്ചിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ മറ്റു എവിടെന്നെങ്കിലൊക്കെ ആൾക്കാർ പറയണത് കേട്ടിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഇതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് ഉപയോഗിക്കുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ. അപ്പോൾ എല്ലാം അറിഞ്ഞിട്ട് ഉപയോഗിക്കുന്ന വ്യക്തികൾ ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. അറിയാത്ത വ്യക്തികൾ മാത്രം കാണാൻ ശ്രമിക്കുക. കാരണം നമ്മളിന്ന് ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുക, അതിലെങ്ങനെയാണ് പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് എന്നൊന്നും നമ്മൾ പറയുന്നില്ല. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന വ്യക്തികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് അറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നേരെ വീഡിയോ. അപ്പോൾ ഗൈസ്, ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ആപ്ലിക്കേഷൻ ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യണ വ്യക്തികൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു 34 സെക്കൻഡിന് ഒരു അഡ്വർടൈസ്മെൻറ്റ് അവിടെ ഷോ ആവും. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പർ അവിടെ കൊടുത്ത് OTP വന്ന് രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തൊരു ഓപ്ഷൻ വരുന്നത് പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനാണ്. അത് ഓട്ടോമാറ്റിക്കലായിട്ട് 50 രൂപയിലാണ് കിടക്കുക. നമുക്ക് 10 രൂപ മുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. അതുപോലെ കയ്യിൽ ഗോൾഡ് ഡിജിറ്റലായിട്ട് വാങ്ങാനും പറ്റും. ഓട്ടോ പേ എന്നൊരു ഓപ്ഷനിലാണ് ഇവിടെ സെറ്റ് ആവുന്നത്. അത് ചിലപ്പോൾ ഡെയിലി പോവാം, ചിലപ്പോൾ വീക്കിലി പോവാം, ചിലപ്പോൾ മന്ത്ലി പോവുക. അത് നിങ്ങൾ സെറ്റ് ചെയ്യണം, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതാവുക. അപ്പോൾ ആദ്യം കാണുന്ന ആ ഒരു ഓപ്ഷനിൽ ആരും പേ ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് നേരെ മെയിനായിട്ടുള്ള ഇൻ്റർഫേസിലേക്ക് വന്നതിന് ശേഷം നിങ്ങളുടെ KYCയും മറ്റ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യുക. അതായത് നിങ്ങളുടെ പാൻ കാർഡിൻ്റെ നമ്പറും അതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് KYC സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ മാനുവലായിട്ട് അതിൽ പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഒറ്റ പ്രാവശ്യം നിങ്ങൾ ഏതെങ്കിലും UPI ID പ്ലാറ്റ്ഫോം വെച്ചിട്ട് നിങ്ങൾ പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ മതി. പിന്നെ അതിന് താഴോട്ട് നോക്കി കഴിഞ്ഞാൽ ക്വിക്ക് സേവ് എന്ന ഓപ്ഷനിലൊരു കോയിൻ ചിഹ്നം ഉണ്ടാവും. എത്ര രൂപയുടെ സെലക്ട് ചെയ്ത് നിങ്ങൾ മാറ്റി കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ആ ആപ്ലിക്കേഷനിൽ പോയിട്ട് ഓട്ടോമാറ്റിക്കലായിട്ട് നിങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റും. അത് ഓട്ടോ പേ അല്ല, അത് മാനുവലായിട്ടുള്ള പേ ആണ്. പക്ഷേ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഓട്ടോ പേ ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമാണ് പതിയെ മറ്റേ ഇൻട്രസ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുക. അപ്പോൾ 50 രൂപ നിങ്ങളിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ 1 രൂപ നിങ്ങൾക്ക് അഡീഷണലായിട്ട് കിട്ടും. അത് മാനുവലായിട്ട് ചെയ്യുന്ന വ്യക്തികൾക്ക് അത് കിട്ടില്ല, അത് ഓർക്കുക. പിന്നെ അതുപോലെ തന്നെ ഡെയിലി ഇവർ സ്പിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ തരും. അതിന്ന് കോയിൻസും മറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഡിജിറ്റലായിട്ടുള്ള ഗോൾഡാണ്. അപ്പോൾ അത് കണ്ട് ഇതൊരു പ്രൈവറ്റ് സ്ഥാപനമാണ്. ഇത് SEBIയുടെ അണ്ടറിലോ അതുപോലെ SBIയുടെ അണ്ടറിലോ ഒന്നുമല്ല ഇത് വരുന്നത്. എപ്പോഴെങ്കിലൊക്കെ നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർ ഇത് കൂട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ മെയിനായിട്ട് വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു 50 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ 3% GST അവിടെ ചാർജ് ഈടാക്കും. അതേപോലെ തന്നെ വിഡ്രോ ചെയ്യുമ്പോഴും 3% GST കട്ടുണ്ടാവും. അതിന് പുറമെ വിഡ്രോ ചാർജ് പറഞ്ഞിട്ടൊരു ചാർജും ആഡ് ചെയ്യും. അപ്പോൾ എങ്ങനെ പോയാലും നിങ്ങളൊരു 50 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അതിലൊരു 8% അല്ലെങ്കിൽ 9% നിങ്ങൾക്ക് നഷ്ടമാവുക. അതിൽ കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഉള്ള പ്രോഫിറ്റബിൾ ആവുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നോക്കിയാൽ നിങ്ങളിപ്പോൾ 50 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് 24 മണിക്കൂർ കഴിഞ്ഞാൽ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അതും 24 മണിക്കൂറിൽ ഒറ്റ പ്രാവശ്യം നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അത് സെക്യൂരിറ്റി പരമായിട്ടുള്ള ഫംഗ്ഷനാണ് എന്നൊക്കെയാണ് ആപ്ലിക്കേഷനിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ പൈസ വിഡ്രോ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് എമൗണ്ട് അവിടെ വിഡ്രോ ചെയ്യാൻ പറ്റില്ല, അവിടെ കട്ടിങ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ 50 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ഏകദേശം 40 രൂപ 46 രൂപയ്ക്ക് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഗോൾഡ്, അതായത് നമ്മൾ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങുന്നതാണോ അത് നമ്മൾ ഷോപ്പിൽ പോയിട്ടുള്ള ഗോൾഡ് വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഷോപ്പിൽ പോയിട്ടൊരു ഗോൾഡ് വാങ്ങി നമ്മൾ വീട്ടിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കള്ളനും മറ്റു ആൾക്കാരൊക്കെ വന്ന് അടിച്ചുകൊണ്ട് പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ അത് നേരെ മറിച്ച് നമ്മൾ ഡിജിറ്റലായിട്ട് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പൈസ അതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ 9% കട്ടിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് ഷോപ്പിൽ പോയിട്ട് നമ്മളൊരു സ്വർണം പർച്ചേസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ചാർജ് ഈ ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചാർജൊക്കെ ഈടാക്കും. ഇപ്പോൾ നമ്മൾ ഈ ഗോൾഡ് വിൽക്കാനാണ് പോകണമെന്നുണ്ടെങ്കിൽ അതിനും ചെറിയ ചാർജൊക്കെ ഈടാക്കും എന്ന് തോന്നുന്നു. ഞാൻ ഗോൾഡൊന്നും വാങ്ങാറില്ല. അവിടെ നിന്നൊക്കെ പറഞ്ഞു കേട്ട ഒരു ഇൻഫർമേഷൻ മാത്രമാണ്. അറിയണമെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു എമൗണ്ടൊക്കെ ആഡ് ചെയ്യും. പക്ഷേ നമ്മൾ ഈ ഒരു ഡിജിറ്റൽ ഗോൾഡിൽ വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ 3% GSTയും അതേപോലെ തന്നെ വിഡ്രോ ചെയ്യുമ്പോൾ ചെറിയ കട്ടും അത് മാത്രമാണ് പിടിക്കുള്ളത്. ഏത് സമയമാണെന്ന് നമുക്ക് വിഡ്രോ ചെയ്യാം. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ആപ്ലിക്കേഷനിൽ നെക്ക് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് അതും ഇവരെ തന്നെയാണ്. അതിൽ കുറേ സ്വർണം, മറ്റേ ആഭരണങ്ങൾ, മാല, അത് ഇതൊക്കെ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ 22 ക്യാരറ്റും 24 ക്യാരറ്റ് സ്വർണം നമുക്ക് കോയിൻസൊക്കെ ഓർഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഓർഡർ ചെയ്യുമ്പോൾ അവരതിൻ്റെ പ്രൈസ് മാത്രമേ അവിടെ കാണിക്കുന്നുള്ളൂ. അതിൽ എത്ര ഗ്രാം ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ കാണിക്കുന്നില്ല. അപ്പോൾ ഇത് ഓർഡർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ സാധനം ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ ഉറപ്പ് വരുത്തണം.
അത് 2 മണിക്കൂർ 3 മണിക്കൂർ കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് പിരിച്ചു നോക്കാം എന്ന് പറഞ്ഞാൽ അവർ റിട്ടേൺ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അത് നിങ്ങളുടെ തലയിലാവും, അവിടെ പൈസയും പോവും. അത് എല്ലാവരും മസ്റ്റായിട്ട് സൂക്ഷിക്കാൻ നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് എൻ്റെ ഒരു നിഗമനപ്രകാരം പറയുകയാണെങ്കിൽ ഡിജിറ്റൽ ഗോൾഡ് വലിയൊരു ലാഭമായിട്ടുള്ളൊരു കാര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 1.5 കൊല്ലത്തിൻ്റെ അടുത്ത് ഗൂഗിൾ പേയിൽ ഞാൻ അതേപോലെ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വലിയ ലാഭമൊന്നും എനിക്കിവിടെ കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ ചെയ്ത സമയത്ത് ഗോൾഡിന് പൈസ വളരെ കമ്മിയായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ 5 രൂപയായിരുന്നു അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തത്. അത് 5 രൂപ എനിക്കൊരു 11 രൂപയായിട്ട് പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടി. ഞാൻ 11 രൂപ ഞാൻ എടുത്തു പറയുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ കയറിയത് ഒരു 8 രൂപയാണ്. അതുപോലെ അങ്ങനെ ഒരേ പിടുത്തങ്ങൾ ഈ ഒരു ഡിജിറ്റൽ ഗോൾഡിൽ ഉണ്ട്. അതെല്ലാം അറിഞ്ഞിട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഓട്ടോ പേയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഡിലീറ്റ് ആക്കിയാലും പോവും. പിന്നെ ഈ ഓട്ടോ പേ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഗൂഗിൾ പേയിലും പോയിട്ട് ഓട്ടോ പേ നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അവിടെ തന്നെ സെറ്റിങ്സിൽ ഓട്ടോ പേ ഉണ്ടാവും. ഈ ഗൂഗിൾ പേയിലും ഓട്ടോ പേ സെറ്റായിട്ടുണ്ടോ എന്ന് വിലയിരുത്താൻ ശ്രമിക്കുക. അതല്ലാണ്ട് ഈ ആപ്ലിക്കേഷൻ എനിക്ക് വേണ്ട, ശരിയാവുന്നില്ല, പിന്നെ ലോങ് ടൈം കഴിഞ്ഞിട്ട് വന്ന് നോക്കാം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കലായിട്ട് പൈസ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് എല്ലാം സൂക്ഷിക്കാൻ ശ്രമിക്കുക. പിന്നെ ടൈമായിട്ടാണ് ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ ഇത് ഒരിക്കലും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിതിൽ 5 വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങളിതിൽ സൂക്ഷിക്കാനെന്നുണ്ടെങ്കിൽ ഒരു മാസം ഒരു ചാർജ് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഈടാക്കും. 5 കൊല്ലത്തേക്ക് മാത്രമാണോ ഈ ഒരു ഫ്രീ ആയിട്ടുള്ള കാര്യമുള്ളൂ. ആരും ലോങ് ടൈമിന് വേണ്ടിയിട്ട് ഈ ഒരു ഡിജിറ്റൽ ഗോൾഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താതിരിക്കുക എന്നാണ് ഞാൻ പറയുന്നത്. ബാക്കി നിങ്ങളുടെ ചോയ്സ്. ഈ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, മനസ്സിലായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുന്നതാണ്. പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക.